ഹലോ, ആ ഞാനാ രമക്കൊന്ന് കൊടുത്തേ. രമേനെ വിളിച്ചാന്നേ, പെട്ടെന്ന് അങ്ങനെ അടുത്ത് ഫോൺ കട്ട് ചെയ്ത്. അപ്പൂപ്പനാ? ആ, അല്ലാണ്ടാര്? വഴക്കൊന്നുമല്ല, ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. വേണ്ടൊക്കെ പറഞ്ഞ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത്. സംസാരിക്കാൻ വേണ്ടിയായിരുന്നോ? ആ, എന്നാ ഇങ്ങോട്ട് ഞാൻ വിളിക്കാം അപ്പൂപ്പനെ. ഞങ്ങൾ ഇടപെടാ ഇതില്. ആ നിങ്ങൾ ഇടപെട്ട് നോക്ക്, എനിക്കൊന്ന് അവളായിട്ടും സംസാരിക്കണം. ഹലോ. എന്താ കട്ടത്തെറി എടുത്തപ്പോ തന്നെ തെറി. ഇത് തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ തോന്നിയതും അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. അങ്കിളാന്ന് പറഞ്ഞായിരിക്കും തെറി. നീലു ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കണത്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നോട് പറഞ്ഞുകൊണ്ടാ. ഇല്ലെങ്കിൽ ജയന്തൻ അറിയാം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഫോൺ എടുക്കുക, തെറി പറഞ്ഞാൽ കട്ട് ചെയ്യുക. എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കണ്ടേ? ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ? ഈ ഒരു സാഹചര്യത്തിലേ വയലൻസ് അത്ര നല്ലതല്ല. നൈസായിട്ട് ഡീൽ ചെയ്യാം. മോള് വിളിച്ചു നോക്ക്. എനിക്ക് എന്തായാലും രമയോടൊന്ന് സംസാരിച്ചാൽ. എന്തായാലും ഇനി ആ ഫോണിൽ നിന്ന് വിളിക്കണ്ട. വിളിച്ചാ ഫസ്റ്റ് തെറി വരും. ശങ്കരപ്പൂപ്പ, ലച്ചുവാ. അപ്പൂപ്പ രമാൻഡി ഉണ്ടോ അവിടെ? ആണോ? അല്ല, ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നേ. അങ്ങനെയാണെങ്കിൽ രമാൻഡി വരുമ്പോ ഒന്ന് വിളിക്കാൻ പറയൂ. ശരി, മറക്കല്ലേ, വിളിക്കാൻ പറയണേ. ശരി ശരി. ആന്റിയോട് പോയി രമാൻഡി കുളിക്കുവാന്ന്, ഇറങ്ങിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ അങ്കിളെ, രമാൻഡിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ അങ്കിള് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണേ. കാരണം ഇത്രയും നാള് നിങ്ങൾ അടിയിടി വഴക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊരു ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുവാണല്ലോ. അപ്പൊ ആന്റിനെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ? അതെ മോളെ, ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് റൊമാൻറ്റിക് ഒന്നും ആകാൻ പറ്റും. ഞാൻ ശ്രമിക്കാം. ദൈവം പഠിപ്പിച്ചു തരും. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ മെർലിന്റെ അടുത്തൊക്കെ സംസാരിക്കണ കേക്കണം. അടിപൊളിയാ. ചേച്ചിയപ്പോ കേട്ടോ ഇനി അതൊക്കെ എഴുതി പഠിപ്പിച്ചു കൊടുക്ക്. എന്തോ പഠിപ്പിച്ചു കൊടുക്കേ? റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും പോണ്ട. ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്യാൻ പറ്റുമോ സംസാരിക്കണേ? ഉദാഹരണത്തിന് ഇത്രയും വിളി. രമേ. രമേ തന്നെ ആടോ? ഇതൊക്കെ കേട്ട് രമാൻഡി വല്ല കാടുവെള്ളം ആക്കി തരും. എന്റെ അങ്കിളെ കുറച്ച് സ്മൂത്ത് ആയിട്ട് സ്നേഹത്തോടെ വിളിക്ക്. ഇങ്ങനെയൊക്കെ വിളിച്ച് അതിന് ആന്റി ഇറങ്ങി ഓടും. ഞാൻ അങ്ങനെ ഒരു മിനിറ്റ്, അപ്പൂപ്പൻ വിളിക്കുന്നുണ്ട്. ഹലോ, ആ രമാൻഡി. അയ്യോ രമാൻഡി, അത്യാവശ്യം എനിക്കല്ല, എന്റെ കൂടെ വേറൊരാളുണ്ട്, ഞാൻ കൊടുക്കാം. സ്നേഹത്തോടെ സ്മൂത്തായിട്ട്. രമേ, എനിക്കൊന്ന് കാണണം. ചില ടൂറ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് സംസാരിക്കണം. അതെ അതെ, എനിക്കൊന്ന് കറങ്ങണം. രമാൻഡി, ഇപ്പൊ തിരിച്ചു വിളിക്കാവേ. വിളിക്കുമ്പോ എടുക്കണേ. ഇപ്പൊ വിളിക്കാം. 5 മിനിറ്റ്. എവിടെ പോണം? ഞാൻ സംസാരിച്ചു വരികയല്ലേ. ടൂറ് ഇങ്ങനെ വിളിച്ചാ വരും. ഇങ്ങനെയാണ് സംസാരിക്കണത്. ഇതിപ്പോ രമാൻഡിനെ തല്ലാൻ വിളിക്കണ പോലെയാണല്ലോ. മയത്തില് ഇതാണോ മയത്തിൽ വിളിച്ചേ? ഇതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഈശ്വരാ? മയം വന്നില്ലല്ലേ? മയോ ഞാൻ പറയണല്ലോ പോട്ട്. അങ്കിളെ, ആന്റിനെ ഇനി വിളിക്കുമ്പോഴേ ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്ക്. രമേ, നമ്മള് ഇതേവരെ യാത്രകളൊന്നും ഒരുമിച്ച് ചെയ്തിട്ടില്ലല്ലോ. നമുക്കിനിയും യാത്രകളൊക്കെ ചെയ്ത് തുടങ്ങണ്ടേ? കുറെ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാനുള്ള നമുക്ക് ഓരോരോ അമൂല്യമായ നിമിഷങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയാ, സാഹിത്യപരമായി ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട്, പോയറ്റിക് ആയിട്ട് അങ്ങനെ സംസാരിക്കും. അങ്ങളെ കൊണ്ട് പറ്റും. പറ്റും. അങ്ങള് ഒന്ന് പറഞ്ഞു നോക്കുന്നോ? ഒന്ന് പറയൂ. ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ. ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചാൽ മതി ഫോണായിട്ടെ. രമേ, നമുക്ക് ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകണ്ടേ? ഓക്കെയാണ്, കുഴപ്പമില്ല. ചില യാത്രകൾ ചെയ്യണം, ചില ഓർമ്മകളിലേക്ക് പോകണ്ടേ? വേണ്ട, ഇനി ഫോൺ വിളിച്ചാൽ മതി. കൊടു. സംസാരിച്ചു. ഹലോ രമേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി? ഒന്ന് യാത്ര പോകണം. എനിക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റില്ല. ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ഒന്ന് സഞ്ചരിക്കണം. ലോകമൊക്കെ ഒന്ന് കാണണം, നാട്ടിലെ വിശേഷങ്ങൾ അറിയണം. നീ തയ്യാറാകണം, ഞാനിവിടെ തയ്യാറാണ് കേട്ടാ. ഇതൊരുമാതിരി യുദ്ധത്തിന് വിളിക്കുന്നവരുണ്ട്. ഒരു മുദ്രാവാക്യോടെ വിളിക്കാൻ ഞാൻ പോരെ. എങ്ങനെ പോരെ? ഇതെന്തായി തീരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ അങ്ങള് പറഞ്ഞ കാര്യം അവിടെ ഏറ്റിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻ അലമുണ്ടാക്കിയാലും രമാൻഡി വരും, അത് ഉറപ്പാ. അതെ അതെ, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ നമുക്കറിയാം. എന്തായാലും വരുവാൻ നോക്കാം. നോക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.